റംസാൻ സ്വാദിഷ്ടം പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മളോട് ഇന്ന് ചേരുന്നത് മെയ്ഫ്ലവറിന്റെ തന്നെ GM ആയ ഷൈനൂദ് സാറാണ്. അപ്പൊ സാറിനോട് നമുക്ക് വിശേഷങ്ങൾ ചോദിച്ചറിയാം. നമസ്കാരം. സാറിന്റെ പേര് ഇൻട്രൊഡ്യൂസ്. ഞാൻ ഷൈനോജ്, ഈ സ്ഥാപനത്തിന്റെ ജനറൽ മാനേജർ ആയിട്ടാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത്. ഓക്കെ. അപ്പൊ ഈ ഒരു സ്ഥാപനം, ഇപ്പൊ നമ്മൾ ഇരിക്കുന്ന സ്ഥാപനം മെയ്ഫ്ലവർ എന്ന് പറയുന്നത് ഒരു 3.5 വർഷത്തിന്റെ മുകളിലായിട്ടുണ്ട് ഇവിടെ. പക്ഷെ നമ്മുടെ സ്ഥാപനം ശരിക്കും 35 വർഷമായിട്ട് ടൗണിൽ ഓൾമോസ്റ്റ് കോഴിക്കോടുകാർക്കെല്ലാം അറിയാവുന്ന പാളയം തളി ക്ഷേത്രത്തിന്റെ ബാക്കിലായിട്ടുള്ള ഒരു സ്ഥാപനമാണ്. 35 വർഷമായിട്ട് മെയ്ഫ്ലവർ എന്ന് പറഞ്ഞ പേരിലാണ്. ഇതിൽ ജയ ഗ്രൂപ്പിന്റെ പ്രോപ്പർട്ടിയാണിത്. ജയ ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ പഴയ ജയ ഓഡിറ്റോറിയം, ജയ ഹോട്ടൽസ് ഒക്കെ ഒരു ഏകദേശം 1970-ലാണ് ഇതിന്റെ സ്റ്റാർട്ടിങ് പറയുന്നത്. സ്റ്റാർട്ടിങ് കൽപ്പറ്റയിലാണ് ജയ ഗ്രൂപ്പിന്റെ. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ മെയ്ഫ്ലവർ എന്ന് പറയുന്നത്. ശരിക്കും ജയ ഒരു വെജിറ്റേറിയൻ ബ്രാൻഡാണ്. ജയ ഹോട്ടൽ എന്ന് പറയുമ്പോൾ അതിന്റെ ഒരു നോൺ വെജ് ഏരിയ ആണ് മെയ്ഫ്ലവർ എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ വേറെ ബ്രാഞ്ചുകൾ ഇവിടെ കോഴിക്കോട് അല്ലാതെ അല്ല, കോഴിക്കോട് ഉള്ളത് റെസ്റ്റോറന്റിൽ നമുക്ക് മെയ്ഫ്ലവറുകളാണ് ഉള്ളത്. പിന്നെ ഉള്ളത് റിസോർട്ടാണ്. വൈൽഡ് പ്ലാനറ്റ് എന്ന് പറഞ്ഞ പേരില് വയനാട് 2 റിസോർട്ട് ഉണ്ട്. 2 റിസോർട്ട്. ഇപ്പൊ നോമ്പ് കാലാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇവിടെ എന്താണ് സ്പെഷ്യൽ? നോമ്പ് കാലത്ത് എന്താണ് ഇവിടുത്തെ ഫുഡിൽ സ്പെഷ്യൽ? നമ്മള് നോമ്പിന് തീർച്ചയായിട്ടും കോഴിക്കോട് കൂടുതൽ നല്ല രീതിയിലാണ് ഇഫ്താർ ചെയ്യേണ്ടത് അല്ലെ. നല്ല ദം ബിരിയാണികളും കാര്യങ്ങളൊക്കെ നമുക്ക് നോർമൽ ഉണ്ട്. ഉച്ചയ്ക്കും കാര്യങ്ങളൊക്കെ എല്ലാ ദിവസവും ഉള്ള പോലെ ഇപ്പൊ നോമ്പിന് നമ്മളൊരു ബൊഫേ ആണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതായത് അതിൽ 4 നോൺ വെജ് അടങ്ങിയിട്ടുള്ള ഒരു 30-ൽ പരം ഐറ്റംസ് ഉള്ള ഒരു നോമ്പുതറ വിഭവങ്ങളാണ് നമ്മൾ ഇഫ്താർ ബൊഫെ എന്ന് പറഞ്ഞ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ. അപ്പൊ എല്ലാ ഫെസ്റ്റിവൽസിനും ഇങ്ങനെ ഇത് ഉണ്ടാവാറുണ്ടോ ഫുഡിന്റെ ഐറ്റംസ്? ഇപ്പൊ നോമ്പിന് ബൊഫെ ആണ്. അപ്പം എല്ലാ ഫെസ്റ്റിവൽസും ഇപ്പൊ ഓണം, വിഷു അങ്ങനെ ഒരുപാട് വരുന്നുണ്ടല്ലോ. തീർച്ചയായും. ഇപ്പൊ ഇപ്രാവശ്യത്തെ വിഷുവിന് നമ്മൾ വിഷു സദ്യയാണ് നമ്മൾ റെഡിയാക്കിയിരിക്കുന്നത്. പാക്കിംഗ് ആണ്. അപ്പൊ നമ്മൾ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഓണത്തിന് ചെയ്യാറുണ്ട്. ഓണത്തിന് ഈ ഒരു 5 ദിവസം 3 പ്ലസ് ഒരു 2 ദിവസം ബാക്കിലേക്ക് ആക്കിയിട്ട് ഓഫീസുകളിലേക്കൊക്കെ കൂടുതൽ പാക്കിംഗ് മാത്രമാണ് നമ്മൾ ഓണത്തിനും വിഷുവിനും നമ്മൾ ചെയ്യുക. സദ്യയുടെ ഒരു പാക്കറ്റ്, 5 പേർക്ക് അടങ്ങിയ ഒരു പാക്കറ്റ്, 30 പേർക്ക് അടങ്ങിയ ഒരു പാക്കറ്റ്, അങ്ങനെ എങ്ങനെയാണോ ആൾക്കാർക്ക് ആവശ്യമുള്ളത് ആ രീതിയിൽ നമ്മൾ ബുക്കിംഗ് നേരത്തെ എടുത്തിട്ട് സെർവ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ എന്താണ് മെയ്ഫ്ലവറിന്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്? നാടൻ ഫുഡുകളാണ്. നമ്മൾ തുടങ്ങിയ കാലം മുതൽ നാടൻ ഫുഡുകളാണ്. ഇവിടെ 3.5 വർഷമായിട്ട് നമ്മളുടെ എക്സിക്യൂട്ടീവ് ഷെഫ് എന്ന് പറയുന്ന അനൂപ് സൗത്ത് ഇന്ത്യൻ ഷെഫാണ്. അപ്പോൾ സൗത്ത് ഇന്ത്യയിലാണ് ആൾക്ക് കൂടുതൽ. അപ്പോൾ പിന്നെ കാലിക്കറ്റ് ഇപ്പോൾ ഈ ഫ്രൈഡ് റൈസ് ആണെങ്കിലും അറബിക് ഡിഷുകളാണെങ്കിലും ചൈനീസ് പോലെയുള്ള അതൊക്കെ വന്നു പോവുമെങ്കിലും നമ്മൾ നാടനിലാണ് സ്റ്റിക്ക് ചെയ്യുന്നത്. നാടനല്ലാതെ നോർത്ത് ഇന്ത്യൻ ഡിഷുകളാണ്. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ തളി ക്ഷേത്രത്തിന് അടുത്തുള്ള അവിടെ നമ്മളുടേതായിട്ടുള്ള പേരുകളിലുള്ള ഒരുപാട് ഡിഷുകൾ നോർത്ത് ഇന്ത്യൻ ഡിഷുകളുണ്ട്. അതായത് ഇപ്പോൾ ഓൾമോസ്റ്റ് ഡിഷുകളൊക്കെ നമുക്ക് ഗൂഗിൾ ചെയ്ത് നോക്കി അറിയാം ഇതിന്റെ റെസിപ്പീസ് എങ്ങനെയാണ്. പക്ഷെ നമ്മളുടേതായിട്ടുള്ള ഒരു ഏകദേശം 20ഓളം ഐറ്റംസ് നമ്മൾ അവിടുന്ന് പേരിട്ടിട്ടുള്ള നമ്മുടെ ആയിട്ടുള്ള ഫ്യൂഷൻ ഡിഷുകളൊക്കെ നോർത്ത് ഇന്ത്യൻ. കലീം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷെഫാണ്. അത് ഏകദേശം 10 വർഷത്തിന്റെ മുകളിൽ ഈ നമ്മുടെ സ്ഥാപനത്തിൽ തന്നെയുള്ള ആളാണ്. നോർത്ത് ഇന്ത്യൻ ഷെഫാണ്. അപ്പൊ അങ്ങനത്തെ കുറെ കാര്യങ്ങൾ നമുക്ക് അവിടെയും ഇതുപോലെയുണ്ട്. ഇപ്പൊ ഇവിടെ എത്ര ഷെഫ് ഉണ്ടാകും? നമുക്ക് മൊത്തം നമ്മളിവിടെ ഉള്ള 90 സ്റ്റാഫാണ്. അതിലൊരു 35 പേരാണ്. നമുക്ക് 35-38 പേരോളാണ് സ്റ്റാഫായിട്ട് ഷെഫ്മാരായിട്ടുള്ളത്. അപ്പൊ ഇവിടുത്തെ വെറൈറ്റീസ് എന്തൊക്കെയാണ്? ഈ ഒരു നമ്മള് ഇത് 3.5 വർഷം മുമ്പ് തുടങ്ങിയ സമയത്ത് കുറച്ച് ഐറ്റംസ് ഇതുപോലെ ഫ്യൂഷൻ ആയിട്ട് നമുക്ക് തന്നെ നമ്മുടെ പേര് ചുടുകൽ ചുട്ടുള്ളി വേപ്പില കോഴി എന്ന് പറഞ്ഞൊരു ഡിഷ് ഉണ്ടായിരുന്നു. അത് ഇപ്പോഴും ഹിറ്റ് ആയിട്ടാണ് പോകുന്നത്. അതായത് ഇപ്പോഴും ആൾക്കാർക്ക് മെനു നോക്കാതെ ഓർഡർ ചെയ്യുന്ന ഒരു ഐറ്റമാണ്. അതായത് ടേബിളിൽ കൊടുന്ന് നമ്മൾ ഫ്ലെയിം ചെയ്ത് തീയൊക്കെ ടേബിളിൽ കാണിച്ചിട്ടുള്ള ലൈറ്റ് ഒക്കെ മറ്റേ സ്റ്റേക്ക് പോലെയാണ് ടേബിളിൽ പ്രസന്റ് ചെയ്യുക. സ്മോക്ക് ഒക്കെ ചെയ്തിട്ട് പിന്നെ നമ്മളത് ടേബിളിൽ ബട്ടർ ഇട്ടിട്ട് ടേബിളിൽ ഒന്നും കൂടെ ഫ്ലെയിം ചെയ്തിട്ടാണ് അത് പോകാറുള്ളത്. പിന്നെ നമുക്ക് നാടനില് പിടിയും ബീഫും കൂടെ മിക്സ് ചെയ്തിട്ട് വാഴയിലയിൽ കെട്ടിയിട്ടുള്ള ഒരു ഐറ്റം ഉണ്ട്. അച്ചായൻസ് പോത്തിറച്ചി പിടിക്കിഴി എന്നാണ് അതിന്റെ പേര്. അങ്ങനെ പിന്നെ ചിക്കന്റെ ഒരു ചീരക്കോഴി റോസ്റ്റ് ഉണ്ട്. അങ്ങനെ നാടനിൽ അങ്ങനെയൊക്കെയാണ് വരുന്നത്. പിന്നെ ഈ പറഞ്ഞ നോർത്ത് ഇന്ത്യൻ ഡിഷിൽ വരുമ്പോൾ പാട്ടിയാല പോലെയുള്ള ഡിഷുകൾ, ഒരു കാരക്കുടി ഡിഷ് ഉണ്ട്. നോർമൽ കാരക്കുടി എന്ന് പറയുമ്പോൾ ചിക്കൻ കാരക്കുടി എന്ന് പറയുമ്പോൾ ഒരു തമിഴ്നാട് സ്റ്റൈലാണ്. പക്ഷെ നമ്മളത് ഫ്യൂഷൻ ആക്കിയിട്ട് മെയ്ഫ്ലവർ കാരക്കുടി എന്നും പറഞ്ഞ്, അതുപോലെ ലംബി ചിക്കൻ നമ്മള് സാത്തെ പോലെ ഒരു സ്റ്റിക്കിൽ വരുന്നതാണ്. ഒരു സ്റ്റിക്കിൽ ഫുൾ സുപ്രീം ചിക്കന്റെ പീസ് വെച്ചിട്ടുള്ള അങ്ങനെ കുറച്ച് സ്പെഷ്യാലിറ്റി. പിന്നെ അതുപോലെ ചിരട്ട ബിരിയാണി നമ്മൾ പിന്നെ ഗൂഗിളിൽ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ മെയ്ഫ്ലവറിൻ്റെതായിട്ടുള്ള ലോഗോ അടക്കമുള്ള ചിരട്ട ബിരിയാണികളാണ് നിങ്ങൾക്ക് ഗൂഗിളിൽ കിട്ടുക. ഇപ്പൊ സാറ് നേരത്തെ റിസോർട്ടിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ അവിടെ
ഇത് എവിടെയാണ്? വയനാട്ടിലാണെന്ന് പറഞ്ഞു. അപ്പൊ അവിടുത്തെ റിസോർട്ട് നമുക്ക് 2 റിസോർട്ടാണല്ലോ. ഒരെണ്ണം 10 വർഷം മുമ്പ് തുടങ്ങിയ ദേവാല എന്ന് പറഞ്ഞ സ്ഥലത്ത് വൈൽഡ് പ്ലാനറ്റ് നീലഗിരീസ് എന്നാണ് അതിന്റെ പേര്. അപ്പോൾ അവിടെ നമുക്ക് ഒരു പാക്കേജാണ്. ആ പാക്കേജിൽ ഒരു ഫാമിലിക്ക് 4 നേരം അടങ്ങുന്ന ഭക്ഷണവും പിന്നെ അവിടെ ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട്. സിപ്പ് ലൈൻ, പിന്നെ കയാക്കിംഗ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരുപാട് ആക്ടിവിറ്റീസ് അടക്കമുള്ള ഒരു റേറ്റിലാണ് നമ്മൾ. അത് ഫെസ്റ്റിവൽ സീസൺ അനുസരിച്ച് റേറ്റ് മാറിക്കൊണ്ടിരിക്കും. പിന്നെ രണ്ടാമതുള്ളത് ഒരു 1.5 വർഷമായിട്ടേ ഉള്ളൂ. രണ്ടാമതുള്ളത് വെള്ളമുണ്ട എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അതെ, അത് വൈൽഡ് പ്ലാനറ്റ് ബാണ ഹൈറ്റ്സ് എന്നാണ് റിസോർട്ടിന്റെ പേര്. പിന്നെ ഈ സ്ഥാപനം പറഞ്ഞല്ലോ, ഇത് മെയ്ഫ്ലവറിന്റെ 2ാമത്തെ ഔട്ട്ലെറ്റ് ആണ്. പിന്നെ തളിയിലുള്ളതിനേക്കാൾ അപേക്ഷിച്ച് നമുക്ക് ഇവിടെ ഉള്ളത് കുറച്ച് പാർക്കിംഗ് ഏരിയ, അതുപോലെ വയനാട്ടിലേക്കുള്ള ഹൈവേ ആണ്. ഹൈവേ വരുമ്പോൾ കുറച്ചും കൂടെ റോഡ് ഇവിടെ വൈഡനിങ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ പാർക്കിംഗ് ഇത്രയും കൂടുതൽ സ്പേസ് പാർക്കിംഗ് ഉള്ള നമുക്ക് ടൗണിൽ വേറെ ഉണ്ടാവില്ല. ഓക്കെ, സെപ്പറേറ്റ് പാർക്കിങ്ങും കാര്യങ്ങളും. അതുപോലെ 250 ആൾക്കാർക്ക് ഇരുന്ന് ഭക്ഷണം കഴിക്കാവുന്ന ഏരിയയിലാണ് നമ്മളിവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതിൽ 90 സീറ്റ് നോൺ AC ഗ്രൗണ്ട് ഫ്ലോറിൽ, ബാക്കിയുള്ള 160 ഉള്ളത് ഫസ്റ്റ് ഫ്ലോറിലാണുള്ളത്. അപ്പൊ സർ, ഈ ഇതല്ലാതെ വേറെ എന്തൊക്കെ ഫുഡിന്റെ സർവീസ് ആണ് നിങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത്? നമുക്ക് ഔട്ട്ഡോർ കാറ്ററിംഗ് സർവീസ് വരുന്നുണ്ട്. അതും ഈ പറഞ്ഞ പോലെ 10-20 വർഷത്തിന്റെ മുകളിലായിട്ട് മെയ്ഫ്ലവർ കാറ്ററിംഗ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ അത്യാവശ്യം ഇപ്പൊ നമ്മൾ അങ്കമാലി അഡ്ലക്സിലൊക്കെ ഫംഗ്ഷൻ ചെയ്തിട്ടുണ്ട്. നിലമ്പൂര്, പിന്നെ തൃശ്ശൂർ, വളാഞ്ചേരി, മഞ്ചേരി, ഇങ്ങനെയുള്ള, പിന്നെ കാലിക്കറ്റ് പിന്നെ പ്രത്യേകം പറയാത്തതാണ്. ഇത്രയും ഭാഗങ്ങളിൽ നമ്മൾ കല്യാണം ഇപ്പോൾ 5000 കപ്പാസിറ്റിയുടെ 2000 കപ്പാസിറ്റിയുടെ ഒക്കെ ഫംഗ്ഷൻസ്, നമ്മൾ മാരേജ് ഫംഗ്ഷൻസ് ഒക്കെ നല്ല രീതിയിൽ ഇപ്പോൾ ചെയ്യുന്നുണ്ട്. അപ്പൊ അത് കൂടാതെ നമുക്ക് അതിനകത്ത് ആഡ് ഓൺ ചെയ്യാനുള്ളത് ഇൻസ്റ്റിറ്റ്യൂഷണൽ, ഇപ്പൊ ഈ 5000-10000 കുട്ടികൾ പഠിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട്. അങ്ങനത്തെ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലേക്ക് നമ്മൾ ഭക്ഷണം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതിനുവേണ്ടി നമുക്ക് സെപ്പറേറ്റ് സെൻട്രൽ കിച്ചണുകൾ ടൗണിലുണ്ട്. 2-3 സെൻട്രൽ കിച്ചണുകളുണ്ട്. അവിടുന്ന് നമുക്ക് ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് എന്നൊക്കെ പറയുമ്പോൾ കുട്ടികൾ പഠിക്കാൻ പോകുന്ന 6 മണിക്ക് മുമ്പ് 100-130 ഹോസ്റ്റലുകളിലേക്ക് ഫുഡ് എത്തിക്കുന്നുണ്ട് നമ്മൾ 6 മണിക്ക് മുമ്പ്. അപ്പൊ നമ്മൾ നൈറ്റ് ഡ്യൂട്ടിയാണ് പ്രവർത്തിക്കുന്നത് ഈ സെൻട്രൽ കിച്ചണുകളിൽ. അതുകൂടാതെ അവർക്ക് ലഞ്ച്, ഈവനിങ് ടീ, സ്നാക്സ്, ഡിന്നർ, ഇതൊക്കെ 5000-6000 ഒക്കെ വെച്ചിട്ടുള്ള ഓരോ ദിവസത്തെ കൗണ്ടിനനുസരിച്ചിട്ട് നമ്മൾ 1-2 ഇതുപോലത്തെ സ്ഥാപനങ്ങളുമായിട്ട് ടൈപ്പ് ആയിട്ടുണ്ട്. അപ്പൊ അങ്ങനെയാണ് ഇപ്പൊ ചെയ്യുന്നത്. അപ്പൊ അതുപോലത്തെ ഇൻസ്റ്റിറ്റ്യൂഷണൽ കാറ്ററിംഗും നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മളോടൊപ്പം ഇത്രയും സമയം സ്പെൻഡ് ചെയ്ത സാറിന് താങ്ക് യു പറയുന്നു. സാറിന് എന്തെങ്കിലും പറയാനുണ്ടോ? താങ്ക് യു. അതുപോലെ നമ്മുടേതായിട്ടുള്ള ഗസ്റ്റ് ഒരുപാടുണ്ട്. നമ്മുടെ കസ്റ്റമേഴ്സ് എന്നുള്ള രീതിയിൽ നമ്മൾ ഗസ്റ്റ് എന്നാ പറയാം, അതിഥികളാണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ നോമ്പുതുറ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി ഏകദേശം 10-15 ദിവസം കൂടെ ഏകദേശം ഉണ്ട്. ഇനിയുള്ള 10-15 ദിവസങ്ങളാണ് പർച്ചേസിന്റെ ഭാഗമായിട്ടൊക്കെ ആൾക്കാർ പുറത്തേക്ക് ഇറങ്ങുന്നത്. അപ്പോൾ ബുക്കിംഗ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് വീക്കെൻഡിലൊക്കെ ബുക്കിംഗ് ഓൾമോസ്റ്റ് ആ സമയമാകുമ്പോഴത്തേക്ക് ഫില്ലായിട്ടാണ് പോണത്. നോമ്പുതുറയുടെ നിസ്കരിക്കാനൊക്കെ ഉള്ള സൗകര്യമൊക്കെ ഉണ്ട്. അപ്പോൾ നോമ്പുതുറയുടെ ബുക്കിംഗ് നേരത്തെ ചെയ്യുക. അതുപോലെ നോമ്പുതുറ ഒരുപോലെ നമുക്ക് ഇവിടുന്ന് ആഘോഷിക്കുന്ന ഒരു പരിപാടിയും കൂടെയാണ്. ഇഫ്താർ വരുമ്പോഴത്തേക്ക്, റംസാൻ വരുമ്പോഴത്തേക്കുള്ള ആഘോഷങ്ങളെല്ലാം ഇവിടെ റെഡിയാണ്. അപ്പോൾ എല്ലാവരെയും മെയ്ഫ്ലവറിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ചേട്ടാ ഒരു ചായ. സൂപ്പർ ഫാസ്റ്റ് ആണല്ലോ. ഇതിന്റെ കേരള വിഷൻ വൈഫൈയാ? ഫാസ്റ്റ് ഒക്കെ തന്നെ, പക്ഷെ കേരള വിഷൻ വൈഫൈ കണക്ഷൻ ഫ്രീ ആണ്. ചായ ഫ്രീ അല്ല, കാശട്. കേരള വിഷൻ ഫ്രീ വൈഫൈ കണക്ഷൻ. ഫ്രീ ആയി കണക്ട് ആവൂ. നമസ്കാരം. മെയ്ഫ്ലവർ റംസാൻ സ്വാദിഷ്ടം പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മളോടൊപ്പം ഇന്ന് ചേരുന്നത് മെയ്ഫ്ലവറിന്റെ എക്സിക്യൂട്ടീവ് ഷെഫായ അനൂപ് സാർ ആണ്. അപ്പൊ സാർ എന്താണ് നമുക്ക് ഇന്ന് ഉണ്ടാക്കി തരുന്നത് നമുക്ക് ചോദിച്ചറിയാം. നമ്മള് മലബാറുകാരുടെ തന്നെ ഒരു തനി നാടൻ സ്റ്റൂ എന്ന് പറയും, ഇറച്ചി സ്റ്റൂ, ബീഫും കൊണ്ടുള്ള നമ്മൾ സ്റ്റൂ കോട്ടയം സ്റ്റൈലിലാണ് കൂടുതലായി കഴിച്ചാണ്. അത് മലബാർ ടേസ്റ്റിൽ ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ. അതിന് കുറച്ച് വെളിച്ചെണ്ണ അല്പം നെയ്യ് ആഡ് ചെയ്തു.
ചെറിയ കഷ്ണം ഗ്രാമ്പു, ഏലക്കായ, പട്ട. ഗ്രാമ്പൂ, ഏലക്കായ, പട്ട. ആ ഒന്നിയൻ ആഡ് ചെയ്തു. അധികം വഴക്കൊന്നുമില്ല, ഒരു ചെറിയൊരു പച്ചപ്പ് കിട്ടാം. സാർ ഇതിന് മുന്നേ എവിടെയെങ്കിലും വർക്ക് ചെയ്തിട്ടുണ്ടോ? ഞാൻ ഇതിനു മുമ്പ് താജിലുണ്ടായിരുന്നു, പിന്നെ ഹിൽട്ടൺ. എത്ര വർഷം ഉണ്ടായിരുന്നു? ഹിൽട്ടണിലെ ഒരു 3 വർഷം ഉണ്ടായിരുന്നു. അതൊക്കെ അതിന് ഹിൽട്ടണിന് ശേഷം മക്കാവൂല് ചൈനയിലായിരുന്നു. ഓക്കെ. ചൈനയൊക്കെ എന്താ സ്പെഷ്യൽ? ഒക്കെ എവിടെയാണ്? ഞാൻ അവിടെ ഒരു മെഷീനേഴ്സ് റെസ്റ്റോറൻറ്റിലായിരുന്നു, ഇന്ത്യൻ റെസ്റ്റോറൻറ്റിലായിരുന്നു. ഓക്കെ. അപ്പോൾ ഇന്ത്യൻ ഫുഡ് തന്നെ മെയിൻ. അതെ അതെ അതെ, നമ്മൾ ഇന്ത്യയിലെ പല സ്റ്റേറ്റിലെ ഒരു ഫുഡായിട്ടാണ് ഒരു മെഷീനേഴ്സ് റെസ്റ്റോറൻ്റ് ആയിരുന്നു. ഓക്കെ. ആവശ്യത്തിന് ഇഞ്ചി, പച്ചമുളക്, ബീഫ് ഇടാം. താജ് ഹോട്ടലിൽ എത്ര ആളുണ്ടായിരുന്നു? 5 കോഴിക്കോട് താജില്. നന്നായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന്. എത്ര സമയം വേണ്ടി വരും കുക്ക് ആവാനായിട്ട്? ബീഫ് കുക്കാൻ ഒരു 2 വിസിലടിച്ച് കഴിഞ്ഞാൽ നന്നായി വഴറ്റിയതിന് ശേഷം ബീഫ് ഇട്ട് നന്നായി ഒന്ന് വഴറ്റുക. ഓക്കെ. അതിനകത്ത് അതിലേക്ക് അല്പം ഉലുവയാണ് ഉലുവ, അതേപോലെ അല്പം മല്ലിപ്പൊടി. തൈര്, അല്പം തണുപ്പ്. ഇവിടെ മീറ്റ് ഫ്ലവറിൽ വന്നിട്ട് എത്ര കാലമുണ്ട്? ഇത് 3ാമത്തെ വർഷം. 3ാമത്തെ വർഷമാണ്. എന്താണ് ഇവിടുത്തെ എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാമോ? ഞാൻ കുറച്ച് നാൾ ഫുള്ള് ഹോട്ടലിലായിരുന്നു. ഫസ്റ്റ് ടൈമാണ് റെസ്റ്റോറൻറ്റ് ഫീൽഡിൽ. പക്ഷേ വളരെ നല്ലൊരു മാനേജ്മെൻറ്റും അതേപോലെ ഫുഡിൽ വെറൈറ്റി ആയിട്ട് ചെയ്യാനും എല്ലാത്തിനും സപ്പോർട്ടുള്ള ഒരു മാനേജ്മെൻറ്റാണ്. അല്ല, വീട് തൃശ്ശൂര് പഴയന്നൂരാണ് സ്വദേശം. ഹോട്ടൽ ഫീൽഡ് ഏറ്റവും കൂടുതൽ ഒന്നാമത് കോഴിക്കോടാണ്. അതെ, കോഴിക്കോട്ടുകാർ പൊതുവെ ഞങ്ങൾ ഭക്ഷണപ്രിയരാണ്. നമുക്ക് ഉരുളക്കിഴങ്ങ്, കുറച്ച് ആവശ്യത്തിന് വെള്ളം ഒഴിക്കാം. രണ്ട് വിസിലടിക്കുന്നവരെ കാത്തക്ക. 2 വിസിൽ. അപ്പൊ ഈ ബീഫ് ഒന്ന് വെന്ത് വരുന്നതായിരിക്കും. നമുക്ക് ചെറിയൊരു ബ്രേക്ക് എടുത്തിട്ട് പെട്ടെന്ന് തന്നെ തിരിച്ചു തരാം കേട്ടോ. ചേട്ടാ ഒരു ചായ. സൂപ്പർ ഫാസ്റ്റ് ആണല്ലോ.
ഇതെന്താ കേരള വിഷൻ വൈഫൈയാ? ഫാസ്റ്റ് ഒക്കെ തന്നെ, പക്ഷെ കേരള വിഷൻ വൈഫൈ കണക്ഷൻ ഫ്രീ ആണ്. ചായ ഫ്രീ അല്ല, കാശട്. കേരള വിഷൻ ഫ്രീ വൈഫൈ കണക്ഷൻ. ഫ്രീ ആയി കണക്ട് ആവൂ. അപ്പോൾ മെയ്ഫ്ലവർ റംസാൻ സ്വാദിഷ്ടം പരിപാടിക്ക് ഒരിക്കൽ കൂടി സ്വാഗതം പറയാണ്. അപ്പോൾ നമ്മുടെ ബീഫ് ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്നു നോക്കാം. അതെ, നല്ല സ്മെല്ലൊക്കെ വരും. ഏകദേശം ബീഫ് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ചേർക്കാനുള്ളത് കുറച്ച് കുരുമുളക് പൊടി ചേർക്കാം. ആവശ്യത്തിന് പെപ്പർ ആഡ് ചെയ്തു. കോക്കനട്ട് മിൽക്ക്, കോക്കനട്ട് മിൽക്ക്, ചൈൽഡ് മുതലേ കുക്കിങ്ങിനോട് താല്പര്യമുള്ള ഒരു ആളായിരുന്നു. അങ്ങനെ വീട്ടിൽ അത്യാവശ്യം ഒക്കെ ചെയ്യായിരുന്നു. പിന്നെ എങ്ങനെയാണ് ഈ ഒരു ഫീൽഡിലേക്ക് വന്നത് ഫസ്റ്റ് കഴിഞ്ഞ സമയത്ത് അടുത്ത ഓപ്ഷൻ എന്താണെന്ന് നിൽക്കുമ്പോൾ അന്നത്തെ കാലത്തൊക്കെ ഹോട്ടൽ മാനേജ്മെന്റിലേക്കായിരുന്നു ഏറ്റവും കൂടുതൽ. പിന്നെ ചെറിയൊരു താല്പര്യം ഉണ്ടായിരുന്നു കുക്കിങ്ങിനോട്. പാഷനായിട്ട് എവിടെയായിരുന്നു പഠിച്ചതൊക്കെ? എറണാകുളം IIMS. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയില, ഒരു ചെറിയ ലെമണിന്റെ ചെറിയ വെഡ്ജസിന്റെ. നമ്മൾ മിക്ക സ്ഥലങ്ങളിലും കോട്ടയം സ്റ്റൈലിലുള്ള സ്റ്റൂ ആയിരിക്കും പ്രൊമോട്ട് ചെയ്യേണ്ടത്. കോഴിക്കോട്ടെ സ്റ്റൂ വളരെ ഡിഫറെൻ്റ് ആണ്. അതൊന്നും കൂടെ അത് ഉണ്ടാക്കുന്ന പ്രിപ്പറേഷനിൽ തന്നെ ഇപ്പം നെയ്യ്, തൈര്, ഉലുവ, മല്ലിപ്പൊടി അങ്ങനെയുള്ള പല സാധനങ്ങളും, മല്ലിയില. കോട്ടയം സ്റ്റൈൽ സ്റ്റൂവിൽ അത്രയ്ക്ക് സാധനങ്ങൾ. പിന്നെ ഉണ്ടാക്കുന്ന മെത്തേഡായാലും ഇതൊരു ഹോംലി ടേസ്റ്റ് ആണ്. അതൊരു എന്താ പറയുക, രണ്ടും വ്യത്യസ്ത ടേസ്റ്റിലുണ്ടാവുക. ഏകദേശം റെഡി ആയിട്ടുണ്ട്. നമുക്കൊരു ഡിഷിലേക്ക് മാറ്റാം. മെയ്ഫ്ലവറിന്റെ പ്രധാന ഡിഷുകളിൽ ഒന്നാണോ ഈ? നമ്മളിത് ഫംഗ്ഷൻ കാറ്ററിങ്ങിനൊക്കെ സ്റ്റൂ, നെയ്ച്ചോറ്, അതുപോലെ നെയ്പ്പത്തില് സ്റ്റൂ അങ്ങനെയുള്ള ഒരുപാട് പെയർ ചെയ്യാൻ പറ്റുന്ന ഒരു ഡിഷാണ്. കേരള പൊറോട്ടയുടെ ഒപ്പം, ചപ്പാത്തിയുടെ ഒപ്പം, ഇടിയപ്പം. നമ്മുടെ സ്റ്റൂ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇതൊന്ന് ടേസ്റ്റ് ചെയ്താൽ. അടിപൊളി. ഒരു ഹോംലി ഇത് ഫീൽ ചെയ്യുന്നുണ്ട്. നമ്മൾ വീട്ടിലൊക്കെ ഉണ്ടാക്കിയ ഒരു ഇതുപോലെയാണ്, ഒരു സ്റ്റൂ പോലെയാണ് ഇത് നമുക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പൊ നമുക്കിത് എന്തിനൊക്കെ കൂടെ പെയർ ചെയ്യാൻ പറ്റും? നെയ്ച്ചോറ്, നെയ്പ്പത്തില്, ഇടിയപ്പം, പൊറോട്ട, ഒരുവിധം എല്ലാത്തിൻ്റെ കൂടെ നമുക്കിത് പെയർ ചെയ്യാൻ പറ്റും കേട്ടോ. മെയ്ഫ്ലവർ റംസാൻ സ്വാദിഷ്ടം പ്രോഗ്രാം ഇവിടെ ഇന്ന് അവസാനിക്കുകയാണ്. അപ്പം അടുത്ത എപ്പിസോഡിൽ അനൂപ് സാർ വേറൊരു ഡിഷായിട്ട് നമ്മുടെ മുന്നിൽ എത്തുന്നതാണ്. അപ്പൊ അതുവരേക്കും ബൈ.